ഹായ്! ഇന്ന് രാവിലെ തന്നെ ഋതുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഋതുവിനാണെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുകളിലായി കേട്ടോ ജലദോഷം തുടങ്ങിയിട്ട്. പനിയോ കാര്യങ്ങളോ അവൾക്ക് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ജലദോഷം മാത്രമേ ഉള്ളൂ. അതായത് മൂക്കൊലിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ടെൻഷനായിരുന്നു മധുര നിന്ന സമയത്തൊക്കെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇനി വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ടാട്ടോ ഇങ്ങോട്ട് തന്നെ വന്നത്. അങ്ങനെ നമ്മൾ ശില്പ മാമിനെ കയറി കാണാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത്. അതിന് മുന്നേ എനിക്ക് ENT ഒന്ന് കാണണമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കയറി എനിക്കൊന്ന് കണ്ടു. മൈഗ്രീൻ്റെ മരുന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക 1 മാസത്തേക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഫാമിലി മെമ്പറിനെ ഇതാ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഋതു കയ്യിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് ആൻറ്റി സ്റ്റാർ കൊടുത്തില്ലേ പെണ്ണ? ഋതുവിനെ കാണിച്ചിട്ട് എന്താ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഋതുവിൻ്റെ കയ്യിലൊരു സ്റ്റാറൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ശില്പ മാമ കേട്ടോ. അങ്ങനെ അവൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നേ. ശില്പ മാമനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഋതുവിന് 1 മാസം കഴിഞ്ഞപ്പോഴാണ്. ആ സമയത്തായിരുന്നു ഋതുവിന് പഴുതാരം കടിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ആ സമയത്ത് ഋതുവിനെ നോക്കിയത് ശില്പ മാമ കേട്ടോ. ആ സമയത്ത് ഭയങ്കര സമാധാനത്തോടെ എനിക്ക് എന്താ പറയുക, നമുക്ക് ഒരു ടെൻഷനെ ആക്കാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കുകയും അത്രയ്ക്ക് നല്ല കെയറിങ്ങിലാട്ടോ നോക്കിയൊക്കെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ബാബു സാർ ഇല്ലെങ്കിൽ ശില്പ മാമനെ കേട്ടോ ഞാൻ കാണിക്കാറുള്ളത്. നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മരുന്നെല്ലാം കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഉള്ളത് തന്നെ കൊടുത്താൽ മതി എന്നാട്ടോ പറഞ്ഞത്. അങ്ങനെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ആയിരുന്നു. എന്തെങ്കിലും വായിലിട്ട് അപ്പോഴേ ഇത് തോണ്ടി എടുക്കും കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതാ ശാല് വരാറായി. അങ്ങനെ നമ്മൾ കാസർഗോഡ് വിട്ട് ഇതാ നമ്മൾ കൊല്ലത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി ട്രെയിനിങ്ങിനായിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. 1 ഇയർ ആയിരുന്നു കേട്ടോ ട്രെയിനിങ്. അവിടുത്തെ കഴിഞ്ഞു. ഇനി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണേ. അവളെ വിളിക്കാനാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയത്. പക്ഷെ അവൾ എന്നെ കണ്ടതേ ഇല്ലായിരുന്നു കേട്ടോ. ഓട്ടോയിലായതുകൊണ്ട് നല്ല മഴയുണ്ടായിരുന്നു. ഇനി കയറി വന്നിട്ടുണ്ടായിരുന്നു. ഹായ് പറയാലോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഹായ് പോയിട്ട് ഒന്ന് നോക്കി തോന്നിയില്ല. എന്നിട്ട് അങ്ങേര് തിരിച്ചു വരുന്നത് നോക്കി ഞാനവിടെ കൊതുവും കടിയും കൊണ്ട് അത് പട്ടിയാണെങ്കിൽ കേറി വന്ന് എന്നെ എത്തി നോക്കും. എന്നിട്ട് ചെറിഞ്ഞു പിടിച്ചു നോക്കും. കുറച്ച് ചക്ക കിട്ടിയിരുന്നത് അമ്മ ദാ പിന്നെ ചക്കവറ്റിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചായയൊക്കെ ഇടുകയാണ് കേട്ടോ. പിന്നെ അവള് വന്നേയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ചായയൊക്കെ അച്ഛ അവൾ അച്ഛനെ വിളിക്കുന്ന ഇങ്ങനെ ആക്കുന്നത് എന്തോ കാര്യമുണ്ട്. അതാ അങ്ങനെ ആക്കുന്നത്. പൂച്ചാണ്ടിയെ കണ്ടാന്ന് തോന്നുന്നു. എന്താടാ ബൗവിനെ കണ്ടോ കുഞ്ഞ്? എന്തിനു വേണം? വണ്ടി ഓടിക്കാൻ. വണ്ടി ഓടിക്കാൻ അങ്ങോട്ട്. ഡിയോ 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 ഡിയോ. വണ്ടി അങ്ങോട്ട് വിട്. ഓഹോ സന്തോഷിച്ചിരിക്ക. വണ്ടി വിടാൻ പറ. എന്റെ ചെവി ഇത്രയ്ക്ക് വായില്ലായിരുന്നല്ലോ. ഋതുവിന് ശാലുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കളിപ്പാട്ടം കിട്ടുന്ന ഒരു ഫീലാണ് കേട്ടോ. കയറി ഇരുന്ന് ഇടിക്കുകയും അടിക്കുകയും നുള്ളയും പിച്ചയും ഒന്നും പറയണ്ട. പിന്നെ ആകെ ബഹളമായിരിക്കും കേട്ടോ അവള് വരുന്ന സമയത്ത്. പിന്നെ ഇത് അമ്മ ചായ ഇട്ടുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ചായയും പിന്നെ ഇത് ചക്ക ഉണ്ടാക്കിയതുണ്ടായിരുന്നല്ലോ, അതും കൂടെയൊക്കെ കഴിച്ചു. ശാലുവാണെങ്കിൽ വന്നപ്പം തൊട്ടേ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റോറി പോലെ കുറേ ഉണ്ട് കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. അവിടുത്തെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതാ ഋതുട്ടനാണെങ്കിൽ ചക്ക വീട്ടിൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങളങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. അമ്മക്കില്ലയോ? ഓ ഇതെവിടെ പോയി? പോയി അങ്ങ്. അമ്മക്കില്ലയോ അച്ഛക്കില്ലയോ എന്നൊക്കെ ചോദിച്ചാൽ ഉടനെ അവൾ വായിൽ കൊണ്ട് വെച്ച് തരും കേട്ടോ. പിന്നെ അവൾ ഈ തുള്ളുന്നത് അവൾക്ക് ഇവിടെ കിട്ടിയതിൻ്റെ സന്തോഷമാണ്. അവൾക്ക് ചക്കവറ്റിൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളതിൽ നിന്ന് കുറച്ച് പൊടിച്ച് അവളുടെ വായിൽ വെച്ച് കൊടുക്കും കേട്ടോ. അല്ലാതെ കഴിക്കുമ്പോഴത്തേക്ക് അവൾക്ക് ചവയ്ക്കാനൊന്നും. പിന്നെ അതുമല്ല നമ്മൾ അടുത്തിരിക്കും മാത്രമേ അവളിങ്ങനെ കയ്യിലെടുക്കാനൊക്കെ ഞങ്ങൾ സമ്മതിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവളുടെ കയ്യിൽ സാധനങ്ങളൊന്നും ഇത് കൂടെ കേറ്റായിരുന്നു. രണ്ടും കൂടെ ഇടിച്ചങ്ങ് കയറ്റി. ഇനി അതൊന്ന് കുറിച്ചെടുക്കാം. പിന്നെ നമ്മൾ ചോദിച്ചാലും ഇല്ലെങ്കിൽ അവൾ വായിലിരിക്കുന്നത് അവളുടെ കയ്യിലില്ല, വായിലിരിക്കുന്നതാണെങ്കിലും എടുത്ത് നമുക്ക് തരും കേട്ടോ. അങ്ങനെയൊക്കെ സ്നേഹമൊക്കെ ഉണ്ട്. പിന്നെ ശാലു വന്നപ്പോഴത്തേക്ക് ഇതാ കുറേ കോണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ റേറ്റ് കുറവാണെന്ന് പറഞ്ഞ് പിന്നെ കുറേ കമ്മലും ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തോ എന്നും പറഞ്ഞിട്ട് മേടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുമ്പോഴൊക്കെ ചോദിക്കുമായിരുന്നു എനിക്ക് എന്താ വേണ്ടേ, ഞാൻ വരുമ്പോൾ കൊണ്ടുവരാമെന്നൊക്കെ.
അവിടെ ശരിക്കും പറഞ്ഞാൽ എന്താ കിട്ടുന്നത് എനിക്കറിയില്ലല്ലോ. അവൾ എന്നിട്ട് സ്പെഷ്യൽ എന്തോ സ്നാക്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. ഞാൻ കമ്മലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. നല്ല റേറ്റ് കുറവാങ്ങാണ്ടാണ് അവിടെ കമ്മലിനൊക്കെ, പക്ഷെ ഇവിടെ നല്ല റേറ്റ് ആട്ടോ ഇതിനൊക്കെ. അങ്ങനെ പിന്നെ എന്താ ഈ കയ്യിലിരുന്ന സാധനം ഒരു വട്ടം ഈ ഇത് പൊട്ടിച്ച് കളഞ്ഞായിരുന്നു സംഗി വാങ്ങിച്ചത്. അടുത്തത് എനിക്ക് ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ശാലിപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നേട്ടോ. പിന്നെ ഈ വെള്ള കമ്മലൊക്കെ എനിക്ക് ഒരു മിഠായി കൊണ്ട് അങ്ങ് പോയി, അല്ലെങ്കിൽ അവൾ കൊടുക്കത്ത പോലും ഇല്ല കേട്ടാ. നീ എന്നെ എടുക്ക്. എടുക്കാനൊന്നും പറ്റത്തില്ല, നീ കൊണ്ടുവയ്ക്കുന്നത് ഇരുന്നോ. ആ നീ ഇങ്ങോട്ട് കയറണം. മക്കളിനി പോരെ മേടിച്ചോ. അച്ഛാ അച്ഛാ എവിടെയും പോകുമ്പോ ഇവിടെ നോക്കി ഞാൻ ചിരിക്കുമ്പോഴേ ഉമ്മറിരിക്കുന്ന വേറെ ആൾക്കാരെ നോക്കിയൊക്കെ ചിരിക്കുന്നു. അവിടെ അങ്ങനെ ഞാനാരായി ഓക്കോ ചിരിക്കാമെന്ന് പാവം നീ തരാം മേടിച്ചില്ലേ. കൊച്ചു സന്തോഷം ഞാൻ അങ്ങോട്ട് വരുവാ. അവക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയല്ല, മോനിക്ക് ഓണാക്കിയത് തുടങ്ങി ഇങ്ങോട്ട് നോക്കും. അവക്ക് മോനിക്ക് കേൾക്കണം. മോണിക്കല് വേണം കേട്ടോ. പാട്ട് കേൾക്കാനുള്ള അടവാണ് അവളുടെ കേട്ടോ. അവള് ലാപ്ടോപ്പിന്റെ മുമ്പിൽ കുഞ്ഞൻ പോയി ഇരുന്ന് അപ്പോഴേ കയറി ചെല്ലും മോണിക്ക കേൾക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോണിക്ക മാത്രമല്ല കുറച്ച് പാട്ടുകളുണ്ട് അവളുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളത്. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ തുള്ളലോട് തുള്ളലാണ് അവള്. ഈ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവൾ കുഞ്ഞൻ്റെ കയ്യിൽ മിഠായി കൊണ്ട് കൊടുത്തത്. ഇല്ലെങ്കിൽ മിഠായിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവൾ കയ്യിൽ തന്നെ വെച്ചേക്കും. അങ്ങനെ ആരുടെ കയ്യിലും അങ്ങനെ കൊടുക്കാറൊന്നും ഇല്ല കേട്ടോ. നമ്മളങ്ങനെ സ്ക്രീൻ അങ്ങനെ കാണിക്കാറില്ല കേട്ടോ. ഇടയ്ക്ക് മാത്രം കാണി അവൾ ചിലപ്പോൾ ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹം തോന്നി വരുമ്പോൾ മാത്രമേ അങ്ങനെ കാണിക്കാറുള്ളൂ. അല്ലാത്ത സമയത്ത് പാട്ട് മാത്രം കേൾപ്പിച്ച് കൊടുക്കത്തേ ഉള്ളൂ. ഈ ഒരു പാൽക്കോവയുടെ പാക്കറ്റ് ഞാൻ പൊട്ടിക്കാതെ മാറ്റി വെച്ചിട്ടായിരുന്നു ശാലിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെപ്പോലെ തന്നെ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത്. എന്റെ മനസ്സിൽ കുറേ തെറി പറഞ്ഞായിരുന്നു ഇവിടെ. ഇത് ഞാൻ ഫുള്ള് തിന്ന് തീർത്തെന്ന് പറഞ്ഞ് ഇവളെന്നെ തെറിയും വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വന്നപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഫുള്ള് തീർത്തു, 2 എണ്ണം ഉണ്ടായിരുന്നു എന്ന്. അതിനെ തെറിയും വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. എനിക്കെന്നാലും നീ തന്നില്ലല്ലോ, ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എന്താ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ ഹാപ്പി. പിന്നെ 2 ചക്കയും കൂടെ തിന്ന് നമ്മുടെ വീഡിയോ ഒന്ന് നിർത്തുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ടേസ്റ്റ് ചെയ്യും.